നമസ്കാരം. ഇന്ത്യഗ്രോയുടെ ഗ്രോ മാജിക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് നമുക്കറിയാം. വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ആണ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ചെറിയൊരു ഡെമോ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഗ്രോ മാജിക്. ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് കാണാം, ഇതൊരു 1 ഗ്രാം നമ്മൾ അളന്ന് കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് 1 ഗ്രാമിൻ്റെ അളവ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ 2 ലിറ്റർ വെള്ളത്തിലേക്കാണ്, 2 ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചത്. നമുക്കറിയാം, വളരെ നൈസായിട്ടുള്ള സ്പ്രേ രീതിയുമാണ് നമുക്ക് പ്രൊഡക്റ്റിനൊക്കെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 2 ലിറ്ററിൻ്റെ ഈ രീതിയിലുള്ളൊരു സ്പ്രേയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ലിറ്ററിനാകുമ്പോൾ 2 ഗ്രാമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ കാണാം, 1 ഗ്രാം ഏകദേശം ഈ അളവാണെങ്കിൽ 2 ഗ്രാമിൻ്റെ ഏകദേശം അളവ് എടുത്തിട്ട് 1 ഗ്രാം നമ്മൾ കൃത്യമായി അളന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ 2 ഗ്രാം ഏകദേശം അളന്നിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ബാരലിൽ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഗ്രോ മാജിക് എടുത്തിട്ടുള്ളത്. പക്ഷേ 1 ലിറ്റർ വെള്ളത്തിൽ ആദ്യം കലക്കിയതിന് ശേഷമാണ് നമ്മൾ 2 ലിറ്ററിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇടാൻ പോവാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇങ്ങനെ കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്കൊരു ബ്രൗണിഷ് കളറായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ കാരണം ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിത് 1 ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. കലക്കി വെച്ച ഗ്രോ മാജിക്കാണ് നമ്മളത് ഒരു സ്പ്രേയറിലേക്ക് 2 ലിറ്റർ സ്പ്രേയറിലേക്കാണ് ഒഴിക്കുന്നത്. ഇനി അഡീഷണൽ 1 ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 ലിറ്റർ ഗ്രോ മാജിക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം ഇത് പൂർണ്ണ അർത്ഥത്തിൽ നമുക്കത് റിസൾട്ട് കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതിലേക്ക് ചേർക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് MI സ്പ്രേ. ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൂടി നിങ്ങൾ കാണണം. അതുവരെയ്ക്ക് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൽ നമുക്ക് വേണ്ടത്, നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 0.33 ml മാത്രമേ നമുക്ക് ഈ ഒരു MI സ്പ്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് എടുത്തതുള്ളത്. അപ്പോൾ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കുമ്പോൾ നമുക്ക് 0.66 ml ആണ് വേണ്ടത്. ഇതിൽ നിന്ന് നോക്കാം, ഈ ഒരു സിറിഞ്ച് 2.5 സിറിഞ്ചാണ്. ഇതിൽ നമുക്ക് 0.66 എന്ന് പറയുമ്പോൾ ഇത് 0.66 നമുക്ക് കിട്ടില്ല, 6 മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ 0.6 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2.5 മുതൽക്ക് 0.33 വരെ പറ്റുള്ളൂ. അതിലേക്ക് കൂടാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് 0.6 ml ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് സിറിഞ്ചിലെടുക്കണമെങ്കിൽ കുറച്ച് പാടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് 0.6 കിട്ടണം. ഞാൻ കുറച്ച് അധികം എടുത്തിട്ട് അഥവാ എയർ കയറുകയാണെങ്കിൽ തിരികെ അങ്ങോട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് തോനെയായിട്ട് എടുത്തിട്ടുണ്ട്. ശേഷം അത് കറക്റ്റ് 6 കൊണ്ടുവരികയാണ്. കൃത്യം 6 എത്തിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ഈ ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമുള്ളൂ. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാനിതിലേക്ക് ചേർക്കാൻ പോവാണ്. നമ്മുടെ ഗ്രോ മാജിക്കിൻ്റെ ഒക്കെ കൂടെ എന്തിനാണ് നമ്മൾ MI സ്പ്രേ ഉപയോഗിക്കുന്നത്, MI സ്പ്രേനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അത് ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ നമ്മൾ കാണിക്കുകയാണ്. ഇതാണ് MI സ്പ്രേ ചെയ്തേക്കുന്നത്. നമ്മൾ ഒരു ചേമ്പില എടുത്തിട്ടുണ്ട്.
അതിലേക്ക് ജസ്റ്റ് 2-3 തുള്ളി വെള്ളം ഇടുകയാണ്. നമുക്കറിയാം ചേമ്പിലയിലേക്ക് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഇലയിൽ പറ്റി പിടിക്കില്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് MI സ്പ്രേ ആണ്. ഇതാ ഒരു സിറിഞ്ച് MI സ്പ്രേ ആണ്. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു. അപ്പം അതിൻ്റെ മുകളിൽ ആവുന്ന ആ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് കാണാം, ഇത്രേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഇതിലേക്ക് ടച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യം കാണാം. ഇപ്പം അത് വളരെ വേഗത്തിൽ തന്നെ ആ ഒരു തുള്ളി വെള്ളം ചേമ്പിലയുടെ തന്നെ എല്ലാ പ്രതലത്തേക്കും സ്പ്രെഡാകുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ വ്യക്തമായി ഇപ്പോഴും അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏത് ഒരു ഗ്രോമാജിക് ആയിക്കോട്ടെ, MI വീർ ആയിക്കോട്ടെ, MI പ്രൗഡ് ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ MI സ്പ്രേയോട് ചേർക്കുന്ന സമയത്ത് അത് വളരെ വേഗത്തിൽ ഇലയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് MI സ്പ്രേ എന്ന് പറയുന്നത്. മറ്റൊരു പരീക്ഷണം കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇതേ പരീക്ഷണം തന്നെ നമ്മളൊരു തെർമോക്കോൾ ചെയ്യാണ്. കാരണം നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉജാലയാണ്. അത് നമ്മളൊരു തുള്ളി ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ്. നമ്മൾ ഒരു ഡ്രോപ്പ് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. അത് അവിടെ തന്നെ തനിയെ നിൽക്കുന്നതാണ്. അതിന് യാതൊരു ചലനങ്ങളും നടക്കുന്നില്ല. ഇനിയാണ് നമ്മൾ MI സ്പ്രേ വീണ്ടും നമ്മളൊന്ന് പരീക്ഷിക്കുന്നത്. അതായത് വീണ്ടും ആ ഒരു സാധാരണ സിറിഞ്ചിൽ ഉള്ള ഒരു ചെറിയ ഡ്രോപ്പ് അത്ര മാത്രമേ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലായി ഞാൻ തന്നെ കാണുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ടച്ച് ചെയ്യാൻ പോവുകയാണ്. മാജിക് കാണാം. ആ ഒരു ഉജാലയ്ക്ക് സംഭവിച്ചത് നിങ്ങൾ കാണുക. ഇതുപോലെ നമ്മൾ എന്ത് ഗ്രോമാജിക്കോ അല്ലെങ്കിൽ MI വീറോ എന്താണോ നമ്മൾ ഇലയിൽ കൊടുക്കുന്നത്, അതിൻ്റെ കൂടെ MI സ്പ്രേ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംഭവം കാണിക്കാം. ഈ തെർമോക്കോളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇലയുടെ സൂക്ഷ്മമായിട്ടുള്ള ഉള്ളിലേക്ക് വരെ ഇത് കടന്നു കയറിയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.